ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുടുക്കാച്ചി ബിരിയാണി. അപ്പോൾ ഇത് കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പാനിൽ മാത്രമായിട്ട് മാറ്റമുള്ളൂ. അത് പാനിന് പകരം നമ്മൾ കുടുക്കയിൽ വെച്ചുണ്ടാക്കുന്നു, അത്രേ മാറ്റമുള്ളൂ. ടേസ്റ്റിലും മാറ്റമുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളടുത്ത് ഇതുപോലത്തെ കുടുക്കയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മടിക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ചിക്കനെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് എടുക്കുന്നത് പോലെ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മസാല തേച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് ചുരുങ്ങി അത് മാറ്റി വെക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം കൂടെ ചേർത്ത് അരച്ച പേസ്റ്റ് ഇവ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വിനെഗറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലയെ ചിക്കൻ പീസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിനിമം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ചിക്കനിലേക്ക് മസാല പിടിക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട റൈസ് വേവിക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3/4 കിലോ ജീരക റൈസാണ് എടുത്തിട്ടുള്ളത്. ചെറിയ റൈസാണ് കേട്ടോ ഇത്. ഇതിനെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് റൈസിനെ കൂടാതെ 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തത് വേണം. പിന്നെ 1 ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത് വേണം. അതുപോലെ ഒരല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും വേണം. പിന്നെ 2-3 ചെറിയ പീസ് പട്ടയും 2-3 ഏലക്കായും വേണം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും അതുപോലെ റൈസിൻസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടും റൈസിൻസും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ സവാള ഫ്രൈ ആയി വരില്ല, സോഫ്റ്റ് ആയി വരികയേ ചെയ്യുള്ളൂ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സവാളയും നമുക്ക് നേരത്തെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്ത് വെച്ച പാത്രമില്ലേ, അതിലേക്ക് തന്നെ ഇതിനെയും കൂടെ കോരി മാറ്റി വെക്കാം.
ഇപ്പം ഞാൻ സവാളയും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് റൈസ് വേവിക്കണം. നമ്മൾ എത്രയാണോ റൈസ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ 3/4 കിലോ, അതായത് 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് നമുക്കിനി ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഏലക്കായും ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് എടുത്തു നിൽക്കണം. അതായത് നമ്മൾ ഈ ഉപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ഫീലിംഗ് നന്നായിട്ട് തോന്നണം, അല്ലെങ്കിൽ നമ്മുടെ റൈസിൽ ഉപ്പ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെക്കാതെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അടച്ചു വെക്കണ്ട. നന്നായിട്ട് ഒന്ന് തിളച്ചു വന്നതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ തിളച്ചു വരും. കണ്ടോ, ഇപ്പോൾ ഇത് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം കണ്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോക്കിന് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി റൈസ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു കുടുക്കയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിലെ മാറ്റം എന്ന് വെച്ചാൽ ഈ കുടുക്കയാണ്. ഇതിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ ബിരിയാണിക്ക്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു 5 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 4 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയെ നമുക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. മാക്സിമം നിങ്ങൾ സോഫ്റ്റ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി വരും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതിനെ നല്ല പോലെ സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ കലത്തിലായതുകൊണ്ട് ഇത് ക്യാമറയിൽ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കണ്ടില്ലേ? എന്നാലും നല്ല പോലെ സോഫ്റ്റ് ആയി വന്നിട്ട് കാണാൻ പറ്റുമല്ലോ അല്ലേ? ഇങ്ങനെ സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഞാനിപ്പോൾ 3 വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം കേട്ടോ. ഇനി തക്കാളിയും ഇതിൽ നല്ല പോലെ സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായിട്ട് അലിച്ചെടുക്കണം കേട്ടോ. എന്നാലും നല്ല പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കിട്ടും. അത് ഞാൻ എല്ലാ റെസിപ്പിയിലും പറയുന്നതാണ്. തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടേസ്റ്റാണ് കിട്ടുക. ഇപ്പം കണ്ടോ, തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ തക്കാളി തന്നെ കാണാനില്ല. ഈ പരുവത്തിലാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ എടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. മസാലപ്പൊടികൾ ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഓപ്ഷണലാണ്, പകരം പച്ചമുളക് ഇടുകയാണ് ഏറ്റവും നല്ലത്. ഇനി ജസ്റ്റ് ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക.
ഇപ്പൊ ചിക്കൻ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ മസാല തേച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയി വരാനും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം ഒരു 10-15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 15 മിനിറ്റ് ഇട്ടുകൊണ്ടിരിക്കരുത്. ഇത് കുടുക്കയായതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ 1 കപ്പോളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അളവ് കുറയ്ക്കൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്താലും മതി. തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. അങ്ങനെ ഇപ്പോൾ ബിരിയാണിക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസ് മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ദം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ ദം ചെയ്തെടുക്കണം. ഇത് ദം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ തന്നെ വെച്ചാൽ നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇത് ഞാൻ ഇളക്കി കൊടുക്കാനായിട്ട് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ കുടുക്കാച്ചി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്